2 വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി. ഹമ്മിങ് ബേർഡ്, മയിൽ, ആൽബട്രോസ്, കഴുകൻ. ഉത്തരം ആൽബട്രോസ്. 2 വർഷത്തിലൊരിക്കൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷിയാണ് ആൽബട്രോസ്. പ്രത്യേകിച്ച് വാൻഡിങ് ആൽബട്രോസ് അല്ലെങ്കിൽ ലെയ്സൺ ആൽബട്രോസ്. കാരണം ഒരു ആൽബട്രോസ് കുഞ്ഞിനെ വളർത്താൻ വളരെയധികം സമയമെടുക്കും. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം: യുറാനസ്, ശനി, വ്യാഴം, ഭൂമി. ഉത്തരം വ്യാഴം. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണിത്. റോമൻ ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രാത്രി ആകാശത്തിലെ അതിൻ്റെ വലുപ്പവും പ്രാധാന്യവുമാണ് വ്യാഴത്തിന് ഈ പദവി നേടിക്കൊടുത്തത്. വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം: ആസിഡിറ്റി, ഹൃദ്രോഗം, വിഷാദം, ക്യാൻസർ. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഉത്തരം ഹൃദ്രോഗം. ഉറക്കത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വായ തുറന്ന് ഉറങ്ങുന്നത് മൂലം വർദ്ധിക്കുന്നു. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ വയസ്സെത്ര? 101 വയസ്സ്, 109 വയസ്സ്, 117 വയസ്സ്, 128 വയസ്സ്. ഉത്തരം 117 വയസ്സ്. നിലവിൽ തീയതി മെയ് 27, 2025 പ്രകാരം ഔദ്യോഗികമായി പ്രായം സ്ഥിരീകരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി 1908 മെയ് 23 ജപ്പാനിൽ ജനിച്ച ടോമിക്കോ ഇറ്റൂക്കിയാണ്. 117 വയസ്സ്. ജപ്പാനിൽ താമസിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ടോമിക്കോ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ അംഗീകരിച്ചിട്ടുണ്ട്. നിന്നുകൊണ്ട് പ്രസവിക്കുന്ന ഒരേ ഒരു മൃഗം ഏത്? ആന, കുതിര, ധ്രുവക്കരടി, ജിറാഫ്. ഉത്തരം ജിറാഫ്. ജിറാഫുകൾ നിന്നുകൊണ്ടാണ് പ്രസവിക്കുന്നത്. കുഞ്ഞൻ ജിറാഫിൻ്റെ തലയും കുളമ്പുകളും ആദ്യം പുറത്തു വരുന്നു. തുടർന്ന് ശരീരത്തിൻ്റെ ബാക്കി ഭാഗം പുറത്തു വരുന്നു. തുടർന്ന് 6 അടി ഉയരത്തിൽ നിന്ന് നിലത്തേക്ക് ഇടിച്ചു വീഴുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ കട്ടിയുള്ള രോമമുള്ള മൃഗം: മുള്ളംപന്നി, ധ്രുവക്കരടി, കടൽ നീർനായ, കടൽ കുതിര. ഉത്തരം കടൽ നീർനായ. കടൽ നീർനായകൾക്ക് രോമങ്ങളുടെ 2 പാളികളുണ്ട്. ഇടതൂർന്ന അടിയിലെ നിരയും നീളമുള്ള പുറം രോമവും. അടിയിലുള്ളത് അസാധാരണമാംവിധം കട്ടിയുള്ളതാണ്. 1 ചതുരശ്ര ഇഞ്ചിൽ 10 ലക്ഷം വരെ രോമങ്ങൾ ഉണ്ടാകും. ഇന്ത്യയുടെ ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ബോംബെ, കൊൽക്കത്ത, ബാംഗ്ലൂർ, തിരുവനന്തപുരം. ഉത്തരം ബാംഗ്ലൂർ. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിനെ ഇന്ത്യയുടെ ബഹിരാകാശ നഗരം എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെയാണ് ഇസ്രോയും URSC, എസ്ട്രാക് പോലുള്ള മറ്റ് ബഹിരാകാശ ആപ്ലിക്കേഷൻ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം എന്ത്? ഭയം, വാശി, മുൻകോപം, ശൃംഗാരം. ഉത്തരം മുൻകോപം. ബുദ്ധിപൂർവമായി ചിന്തിച്ച് പ്രവർത്തിക്കാതെ സ്ത്രീകളുടെ ഒരു പ്രധാന ലക്ഷണമാണ് മുൻകോപം. അമിത സംഭാഷണവും മറ്റൊരു ലക്ഷണമാണ്. വായുവിലൂടെ ഉണ്ടാകുന്ന അലർജി കുറയ്ക്കുന്ന സസ്യം: സ്നേക്ക് പ്ലാന്റ്, മണി പ്ലാന്റ്, ആൽമരം, ആര്യവേപ്പ്. ഉത്തരം സ്നേക്ക് പ്ലാന്റ്. വായുവിലുള്ള കണികകൾ ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സ്നേക്ക് പ്ലാന്റ് അലർജി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ശ്വാസകോശ പൊടിപടല അലർജി ഉള്ളവർക്ക് ഉപകാരപ്രദമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല: ഇംഗ്ലീഷ്, ജർമ്മൻ, സ്പാനിഷ്,
ലാറ്റിൻ. ഉത്തരം ലാറ്റിൻ. ലാറ്റിൻ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ലിപിയാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 70% ഇത് ഉപയോഗിക്കുന്നു. സാധാരണയായി 26 അക്ഷരങ്ങൾ അടങ്ങിയ ഇത് എല്ലാ ഭാഷകളുടെയും സ്വരസൂചകങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര സ്വരസൂചക അക്ഷരമാലയുടെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.